അല്ല അത്ര ഡീറ്റെയിൽസ് ഞാൻ തരുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും അവർക്ക് വലിയൊരു സന്തോഷത്തിലാണ്. അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, സിസ്റ്റർമാരുണ്ട്, ബാക്കി എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഒരു വലിയൊരു എന്താ പറയുക, അവരെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് അകത്ത്. എല്ലാവരും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു, അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. വൈകാരികമായ നിമിഷമാണ്. തീർച്ചയായിട്ടും വൈകാരികമായ നിമിഷമാണ് ഉള്ളിലുള്ളവർക്ക് എല്ലാവർക്കും. നടപടികളുണ്ട്. ഇന്ന് രാത്രി അതൊന്നും അതിനുള്ള സമയമില്ലല്ലോ, നാളെ ഞായറാഴ്ചയാണല്ലോ. പതുക്കെ അതിന്റെ ഏതായാലും നിയമപരമായ സഹായം BJP ഉറപ്പ് നൽകും ഇവർക്ക്. BJP ഉറപ്പ് നൽകിയതുകൊണ്ടാണല്ലോ ഇന്നിപ്പം ഇങ്ങനെ ഒരു BJP അധ്യക്ഷൻ എന്താ കൂടുതൽ അദ്ദേഹം തിരിച്ചു പോകേണ്ടതുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിന് വേറെ മീറ്റിങ്ങുകളുണ്ട്. അദ്ദേഹത്തിന് വേറെ മീറ്റിങ്ങുകളുണ്ട്, തിരിച്ചു പോകും. പിന്നെ അത് മാത്രമല്ല BJP അധ്യക്ഷൻ ഇവിടെ കൂടുതൽ നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മാത്രമല്ല സിസ്റ്റർമാർക്ക് റെസ്റ്റ് ചെയ്യണം, അവർക്ക് അവരുടെ കാര്യത്തിലേക്ക് കടക്കണ്ടേ. വളരെ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തീകരിക്കാനായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും അതെങ്ങനെയാണ് ഈ 3 മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ വേഗം ഇത് പൂർത്തീകരിച്ചല്ലോ? മെയിൽ മുഖേന എല്ലാം അത് സർക്കാരിന്റെ പ്രോസസ്സ് വഴി തന്നെയാണ് എല്ലാം നടന്നിട്ടുള്ളത്. പക്ഷേ അത് അവർ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ, അത് അവർ സിസ്റ്റർമാർ തമ്മിൽ ചർച്ച ചെയ്യും. ഇപ്പൊ അവർ ഫസ്റ്റ് വന്നതേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് ആയി റെസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച്. അവർക്ക് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ? അങ്ങനെ അല്ലല്ല, ത്രെറ്റ് ഒന്നും അല്ല. പോലീസ് പ്രൊഫഷൻ വെച്ചാൽ എല്ലാരും കൂടെ ഇവിടെ ബഹളമല്ലേ. അല്ല അങ്ങനെ ത്രെറ്റ് ഉണ്ടോണ്ട് മാത്രമൊന്നുമല്ലോ പോലീസ് ഇത്രയും വലിയൊരു സംഭവം, ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു സംഭവം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന്റെ എല്ലാ സെക്യൂരിറ്റിയും ഇവിടെ ഉണ്ടാവും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് സംസാരിച്ചത്. എന്തായാലും BJPയുടെ ഒരു ഇടപെടൽ ഉണ്ടായെന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ മോചനം സാധ്യമായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ UDFന്റെ പ്രതിനിധികളടക്കം ഈ കോൺവെന്റിൽ നിന്ന് കന്യാസ്ത്രീകളെ സ്വീകരിച്ച ശേഷം UDF പ്രതിനിധികൾ വരുന്നു. എന്താണ് അവർ പറഞ്ഞു, വല്ലതും സംസാരിച്ചിരുന്നോ? ഈ പുറത്തെത്തിയതിനു ശേഷം 9 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പുറത്തേക്ക് എത്തുന്നത്. അല്ല, തീർച്ചയായിട്ടും വലിയ വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അവർ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. നമ്മൾ കൂടുതലും വിശദമായിട്ടൊന്നും സംസാരിച്ചില്ല. അവർക്ക് വളരെ സന്തോഷമുണ്ട്. അവർ എല്ലാവരും അവരുടെ കൂടെ നിന്നു എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. കാരണം അവർ ഇവിടെ മറ്റ് പരിചയമൊന്നുമില്ലാത്ത ഒരു ജയിലിൽ, അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ കേസുകളൊന്നും കൈകാര്യം ചെയ്ത് മുൻപരിചയമൊന്നുള്ള ആളുകളൊന്നും അല്ലല്ലോ അവർ ആതുര സേവനം നടത്തുന്ന ആളുകളാണ്. ആദിവാസി മേഖലയിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്, കന്യാസ്ത്രീകളാണ്. അപ്പോൾ അവർ സ്വാഭാവികമായും ഏതാണ്ട് 53ഓളം മറ്റ് പ്രതികളുടെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് അതിനകത്ത് കൊലക്കേസ് പ്രതികളുണ്ട്, മോഷണക്കേസ്, മയക്കുമരുന്ന് കേസ്, അങ്ങനെ വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന 53 പേരുടെ കൂടെ ഒരു സെല്ലിലാണ് അവർ കടന്നത്. അപ്പോൾ ഒരാഴ്ച, ഒരു 9 ദിവസക്കാലം അങ്ങനെ കടന്നതിന്റെ വിഷമം അവർക്കുണ്ടാവും. എന്തായാലും പുറത്തു വന്നതിനകത്ത് അവർക്ക് വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും. കാഞ്ചനക്കൂട്ടിലടിച്ചാലും ബന്ധനം തന്നെ ബന്ധനമല്ലോ, അല്ലെ? കാഞ്ചനക്കൂട്ടിലടിച്ചാലും ബന്ധനം തന്നെ. അതാണ് അവരുടെ മാനസികാവസ്ഥ. ഇപ്പോൾ UDF MLA-മാർ സംസാരിക്കുകയായിരുന്നു. കന്യാസ്ത്രീകളെ സ്വീകരിച്ചതിന് ശേഷം അവർ ഇനി വിശ്രമിക്കേണ്ടതുണ്ട്. 9 ദിവസം ജയിലിൽ കഴിഞ്ഞതാണ്. അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവർ അലട്ടുന്നുണ്ടായിരിക്കും. ഇടപെട്ട് ചോദിക്കട്ടെ, ഈ നേരത്തെ ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നല്ലോ, ഈ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തോ അജീഷ്? ചില കയ്യേറ്റത്തിന് ശ്രമം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ അകത്തേക്ക് മാറ്റിയത്. പോലീസ് പുറത്ത് ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ളൊരു സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. ആ ശ്രമം നമ്മൾ തടയുകയും ചെയ്തു. എന്തായാലും കൂടുതൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരെ ഈ കോൺവെന്റിനകത്തേക്ക്, ഗേറ്റിനകത്തേക്ക് മാറ്റിയത്. മറ്റു ബാക്കിയുള്ളവർ ഇപ്പോൾ പുറത്ത് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ അവരുടെ കന്യാസ്ത്രീകളെ